ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഈ ബാഗൊക്കെ കിട്ടിപ്പെറുക്കി ഞങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ യാത്ര തിരുവനന്തപുരത്തേക്കാണ്. ഈ വർഷത്തെ സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനാണ് ഞങ്ങൾ പോകുന്നത്. 5:30 നമ്മുടെ ട്രെയിന്. ഇപ്പം സമയം ഏകദേശം 5:15 ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ശരത്സംബ ഉണ്ട്, ആർച്ചൻസ ഉണ്ട്, പിന്നെ നിതീഷ് ചേട്ടൻ, അത്തു, കുഞ്ഞു, പിന്നെ നന്ദന, എല്ലാവരും ഉണ്ട്. അങ്ങനെ കൃത്യ ടൈമിന് എല്ലാവരും എത്തി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ ട്രെയിൻ മാത്രം എത്തിയിട്ടില്ല. അങ്ങനെ അവസാനം നമ്മൾ ബാഗൊക്കെ തൂക്കി പ്ലാറ്റ്ഫോം നമ്പർ 1 നടക്കുകയാണ് ഗൈസ്. കാരണം നമുക്ക് അവിടെ നിന്നാണ് കയറേണ്ടത്. അങ്ങനെ എല്ലാവരും ബാഗൊക്കെ എടുത്ത് നടക്കാൻ പോവാണ്. നമ്മുടെ ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ഏറ്റെടുത്തിരുന്നത് നമ്മുടെ നന്ദുവാണ്. ഫുഡ് ആയതുകൊണ്ട് തന്നെ അവൻ ആ കാര്യം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അവൻ്റെ കയ്യിലിരിക്കുന്നത് നമ്മുടെ ഫുഡാണ്, രാവിലെ കഴിക്കേണ്ടതാണ്. അങ്ങനെ നമ്മളെല്ലാവരും പ്ലാറ്റ്ഫോം നമ്പർ 1 നീങ്ങുകയാണ്. അങ്ങനെ നമ്മളെല്ലാവരും പ്ലാറ്റ്ഫോം നമ്പർ 1 എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും നീണ്ട കാത്തിരിപ്പിലേക്ക് പോവുകയാണ് നമ്മുടെ ട്രെയിനിന് വേണ്ടിയിട്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആ സൈനബേ ബസ്സിൽ കയറി വളകിലിക്കുക? ആ സൈനബേ അപ്പൊ ടൈം പാസിന് അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദുവും സ്വാദേശിയും കൂടെ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇപ്പൊ നിങ്ങൾ കണ്ടത് ഇൻട്രോ എടുക്കാൻ പറഞ്ഞിട്ട് ഓടിപ്പോയി ഇൻട്രോ എടുത്ത സീനാണ്. അതെന്തായാലും ഫ്ലോപ്പായി, എന്നാലും അതിവിടെ കിടക്കട്ടെ. അപ്പോഴേക്കും ഞങ്ങളുടെ ട്രെയിൻ എത്തി. എന്നിട്ട് ബാഗൊക്കെ തൂക്കി റെഡിയായി നിൽക്കുമ്പോഴാണ് ആ സത്യം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ നിൽക്കുന്നിടത്തല്ല ഞങ്ങൾക്ക് കയറേണ്ടത്. അങ്ങനെ ഒരു ഓട്ടോ ഒക്കെ കഴിഞ്ഞ് കയറിയിരിക്കുന്ന സീനാണ് നിങ്ങളീ കാണുന്നത്. അങ്ങനെ അവസാന നിമിഷം എല്ലാവരും അവരവരുടെ സ്ഥാനത്ത് ഉപവിഷ്ടരായി. ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ ഡയലോഗായിരുന്നു. ഇനി ഫുഡ് മുഖ്യം ബിഗിലെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മുടെ ഫുഡ് ഡിപ്പാർട്ട്മെന്റിൽ നന്ദു എല്ലാവർക്കും ഫുഡ് എടുത്തു കൊടുക്കുകയാണ്. കൂട്ടത്തിൽ ഒരെണ്ണം എനിക്കും തന്നു. നല്ല ചൂടുള്ള സോൾട്ട് മാംഗോ ട്രീ വിത്ത് ബനാന ആയിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഉപ്പുമാവും പഴവും, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് നെഹിത കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ വാരി വെതറുകയാണ് ഗൈസ്. അങ്ങനെ അതിൻ്റെ ഒക്കെ ഇടയിൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള റീൽ എടുക്കാൻ ഞങ്ങൾ വിചാരിച്ചു. വലിക്കുക, ഉമ്മ കൊടുക്കുക, വലിക്കുക, ഉമ്മ കൊടുക്കുക, വീണ്ടും വലിക്കുക, ഉമ്മ കൊടുക്കുക. ഈ റീല് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ഗെയിം ആയിരിക്കും. ഗെയിം വേറൊന്നല്ല, നല്ല സൗണ്ടിൽ ഹെഡ്സെറ്റിൽ പാട്ട് വെക്കുക, എന്നിട്ട് അപ്പുറത്തേക്ക് ആള് എന്താ പറയുന്നത് ഗസ് ചെയ്യുക. ഇതാണ് ഗെയിം. അങ്ങനെ ഞങ്ങൾ അതെങ്ങനെയാണ് കളിച്ചതെന്ന് ഒന്ന് കണ്ടു നോക്കാം. മാധ്യമങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? വാർത്താവിനിമയ മാധ്യമങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? സക്സസ്. തക്കാളി ഉണ്ടോ? ഒരു ഉണ്ടോ? ഉണ്ടോ അല്ല ഉണ്ടോ? വിറകുണ്ട്. കൂടെ വേണം മുതലാളി. ബംഗാൾ ഉൾക്കടലിലെ കുടമാറ്റ മസ്തിഷ്കത്തിൽ ബ്ലഡ് മണി ബ്ലഡ് 10 മണിക്ക് 12 മണിക്കാ. അങ്ങനെ ഗെയിമൊക്കെ കഴിഞ്ഞ് അവസാനം ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തി. ഇനി നമ്മൾ റൂമിലേക്ക് ചലിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ റൂമിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ റൂമിലെത്തി നമ്മൾ ഫ്രഷായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. എന്തെന്നറിയില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുഡ് വന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫുഡ് കാലിയാക്കിയ വീഡിയോ എടുക്കാൻ പറ്റി. അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മുടെ നിതീഷ് ചേട്ടൻ നയിക്കുന്ന കുടുംബശ്രീ ആയിരുന്നു പിന്നെ അങ്ങോട്ടേക്ക്. അതിലെ അംഗങ്ങളായിട്ടുള്ള നമ്മുടെ സ്വാദേശിയും സൗമ്യേച്ചിയും ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി. പിന്നെ അങ്ങോട്ട് നീണ്ട റെസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഡേ 1 ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വെയിറ്റ് ഫോർ നെക്സ്റ്റ് വ്ലോഗ്. ടാറ്റാ, ബൈ ബൈ, സീ യു.